LDFിന്റെ ഗുണ്ടായിസം ഇത്തവണ നടന്നത് കണ്ണൂരിന്റെ മണ്ണിലാണ്. കണ്ണൂർ കോർപ്പറേഷനിലേക്ക് LDF നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് കയ്യാങ്കളി ഉണ്ടായത്. മേയറെ ഉൾപ്പെടെ തള്ളിമാറ്റി രൂക്ഷമായി മർദ്ദിച്ചെന്നാണ് UDF പറയുന്നത്. പിന്നീട് UDF പ്രവർത്തകരും LDF പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. പോലീസ് ഇടപെട്ടാണ് ഇരുവിഭാഗത്തെയും പിടിച്ചു മാറ്റിയത്. പ്രധാന ഗേറ്റിന് മുന്നിലായിരുന്നു LDFിന്റെ പ്രതിഷേധം. മറ്റൊരു വാതിലൂടെ മേയർ P. ഇന്ദിര ഓഫീസിലേക്ക് പോകാൻ ശ്രമിച്ചതോടെയാണ് പ്രശ്നം ഉടലെടുത്തത്. മേയർ ഗോപാക് എന്ന വിളികളോടെ പ്രതിഷേധക്കാർ തടഞ്ഞു. ഇതോടെ ഇരുകൂട്ടരും തമ്മിൽ ഉന്തും തള്ളുമായി. മേയറെ പ്രതിഷേധക്കാർ കയ്യേറ്റം ചെയ്തുവെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. പോലീസ് ഇടപെട്ടാണ് ഇരുവിഭാഗത്തെയും പിടിച്ചു മാറ്റുന്നത്. മേയറെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അടക്കമുള്ള പ്രവർത്തകർ ചേർന്ന് കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തി. മേയറെ LDF പ്രവർത്തകർ മർദ്ദിച്ചപ്പോൾ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. പോലീസ് ഗുണ്ടായിസം കാണിക്കുകയായിരുന്നുവെന്നും UDF ആരോപിക്കുന്നു. കണ്ണൂർ മണ്ഡലത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്നതിന് നിർദ്ദേശിച്ച പദ്ധതികളെല്ലാം കോർപ്പറേഷൻ ഏറ്റെടുക്കാതെയോ അനുമതി നൽകാതെയോ മുടക്കുകയാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മണ്ഡലത്തിൽ വയോജനങ്ങൾക്ക് പകൽ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിനായി 1 കോടി രൂപ അനുവദിച്ചെങ്കിലും സ്ഥലം അനുവദിക്കാത്തതിനാൽ തുടർ നടപടികളിലേക്ക് കടക്കാനായില്ല. MLA ഫണ്ടിലും ബജറ്റ് ഫണ്ടിലും അനുവദിച്ച പല റോഡുകളുടെയും അറ്റകുറ്റപ്പണികൾക്കും എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതിന് കാരണം ഭരണാനുമതി ലഭിച്ചതുമില്ല. ജില്ലാ ഹോമിയോ ആശുപത്രിക്കായി MLA ഫണ്ട് ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം തുടങ്ങിയെങ്കിലും കോർപ്പറേഷൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെ അതും മുടങ്ങിയെന്നാണ് LDF പറയുന്നത്. കോർപ്പറേഷൻ വികസന പദ്ധതി മുടക്കുകയാണെന്നും LDF ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നും സ്ഥാപിക്കാനുള്ള കള്ളപ്രചരണമാണിത്. കോർപ്പറേഷന് മേലെ എല്ലാം ചുമത്തി പദ്ധതികൾ നടക്കുന്നില്ലെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ പ്രതിഷേധത്തിന് UDF പ്രതിരോധിച്ച് മറുപടി നൽകിയിരിക്കുന്നു. LDF ഭരണത്തെ മടുത്ത കേരളത്തിന് ഈ ഗുണ്ടായിസം തീർച്ചയായും ബോധ്യപ്പെടും. മുടന്തൻ ന്യായങ്ങളിലൂടെ വികസനങ്ങൾ നടപ്പിൽ വരുത്താത്തത് LDF ആണെന്ന് പൊതുസമൂഹം തെരഞ്ഞെടുപ്പിലൂടെ വിലയിരുത്തുമെന്ന് ഉറപ്പാണ്. പ്രതിഷേധ മാർച്ചിനിടെ ഉണ്ടായ കയ്യാങ്കളി കാണാം.